പുതുവർഷത്തെ വരവേൽക്കാനൊരുങ്ങി ഫോർട്ട് കൊച്ചി. ന്യൂ ഇയറിന് വിരലിലെണ്ണാവുന്ന ദിവസങ്ങൾ മാത്രം ബാക്കി നിൽക്കെ ഫോർട്ട് കൊച്ചിയിൽ ആഘോഷങ്ങൾക്കുള്ള ഒരുക്കങ്ങൾ പൂർത്തിയായി കഴിഞ്ഞു. ഇത്തവണ 2 പാപ്പാഞ്ഞിമാരെയാണ് കാർണിവൽ കമ്മിറ്റി ഒരുക്കിയിരിക്കുന്നത്. പുതുവത്സരാഘോഷത്തിന് പാപ്പാഞ്ഞിമാർ ഇത്തവണ ഡബിൾ ആണ്. പരേഡ് ഗ്രൗണ്ടിലും വെളി ഗ്രൗണ്ടിലുമായി കൂറ്റൻ 2 പാപ്പാഞ്ഞിമാർ. കാർണിവൽ കമ്മിറ്റി ഒരുക്കിയ 2 പാപ്പാഞ്ഞിമാരെയും ഇത്തവണ കത്തിക്കും. ക്രിസ്തുമസ് ദിനത്തിൽ കൺതുറന്ന മഴമരം കാണാനും ഫോർട്ട് കൊച്ചിയിലേക്ക് ആളുകളുടെ ഒഴുക്ക് തുടരുകയാണ്. ഇത്തവണ നിറം മഞ്ഞയാണ്. വെറും 9 ദിവസം കൊണ്ട് അത്ര മനോഹരമാക്കി തീർത്താണ് ആ പപ്പയുടെ സ്ട്രക്ചർ. അതൊരു ഇറ്റാലിയൻ കാർണിവലിൻ്റെ അകത്ത് അവരവതരിപ്പിക്കുന്ന ഒരു രൂപമാണ് ഈ പ്രാവശ്യത്തെ ഒരു പ്രത്യേകത. ഇന്ത്യയിൽ തന്നെ ഏറ്റവും വലിയ പപ്പയാണ്. അതാണ് രണ്ടാമത്തത്. ഗോവയിലാട്ടിയും മേളിലായിരിക്കും നമ്മൾ അത് അന്വേഷിച്ചിരുന്നു. ആഘോഷങ്ങളിലെ ജനത്തിരക്ക് കണക്കിലെടുത്ത് വിപുലമായ ക്രമീകരണങ്ങളാണ് ഒരുക്കിയിരിക്കുന്നത്. പാർക്കിംഗ് സൗകര്യങ്ങൾ, ഗതാഗത നിയന്ത്രണം, CCTV സംവിധാനങ്ങൾ, ഭക്ഷ്യസുരക്ഷാ വകുപ്പിന്റെ നേതൃത്വത്തിൽ പരിശോധനയടക്കം വിപുലമായ സുരക്ഷാ ക്രമീകരണങ്ങളാണ് ഇത്തവണയുമുള്ളത്. ജങ്കാർ സർവീസ്, വാട്ടർ മെട്രോ, സീ വാട്ടർ ബോട്ട് സർവീസ് തുടങ്ങിയവയ്ക്കും നിയന്ത്രണങ്ങളുണ്ടാകും. KSRTCയും സ്പെഷ്യൽ പെർമിറ്റ് ലഭിക്കുന്ന സ്വകാര്യ ബസ്സുകളും അധിക സർവീസ് നടത്തും. നമുക്ക് ഈ ക്രൗഡ് മാനേജ്മെന്റ് ശരിയായ രീതിയിൽ നമ്മൾ നിയന്ത്രിച്ചില്ലെങ്കിൽ അതൊരു വലിയൊരു ഡിസാസ്റ്ററിലേക്ക് പോകാനുള്ള സാധ്യതകളുണ്ട്. കഴിഞ്ഞ വർഷവും നമ്മൾ ക്രൗഡ് മാനേജ്മെന്റിന് വേണ്ടിയിട്ടൊരു പ്രപ്പോസലൊക്കെ ഇറക്കിയിട്ടുണ്ടായിരുന്നു. ഈ പ്രാവശ്യം പ്രധാനമായിട്ടുള്ള ഒരു ആവശ്യം എന്ന് വെച്ചാൽ തോമ്പടി പാലത്തിൻ്റെ അവിടെ വെച്ചിട്ട് വാഹന ഗതാഗതം, ഇങ്ങോട്ടുള്ള പ്രൈവറ്റ് വാഹനങ്ങൾ അവിടെ വെച്ചിട്ട് തടയുക. ആ വാഹനങ്ങൾ അവിടെ തന്നെ പാർക്ക് ചെയ്യാനായിട്ടുള്ള അവസരങ്ങൾ കൊടുക്കുക. അതിനുശേഷം ബസ് സർവീസ് കൊച്ചിയിലേക്കുള്ള ഭാഗത്തേക്ക് ആളുകളെ ബസ് സർവീസിൽ ഇവിടെ ആളുകൾ എത്തിക്കുക എന്നുള്ളതാണ്. കത്തിക്കാനായി സ്ഥാപിച്ചിരിക്കുന്ന കൂറ്റൻ പാപ്പാഞ്ഞിമാരുടെ നിർമ്മാണം പൊതുമരാമത്ത് വകുപ്പ് പരിശോധിച്ച് സുരക്ഷ ഉറപ്പാക്കും. 24 മണിക്കൂറും പോലീസിന്റെ പട്രോളിംഗും ഉണ്ടാകും. മീഡിയ 1 കൊച്ചി.